ഇതേ ഇങ്ങനത്തെ എഡിബിൾ സ്ട്രോ കൊണ്ട് എനിക്ക് അപ്പം കടിച്ചു തരണം. ഇത് റൈസിൻ്റെ സ്ട്രോ ആണ്. ഇത് പാരഗൺ റെസ്റ്റോറൻറ്റിലാണ്. അങ്ങനെ ഇന്നൊരു സിനിമ കാണാനൊക്കെ പ്ലാൻ ചെയ്ത് കുറച്ച് നാളായി മോഹിനിയാട്ടം സിനിമ കാണാൻ വേണ്ടി വിചാരിക്കുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഭരതനാട്യം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട് മോഹിനിയാട്ടം. സോ അത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ലുലുവിലേക്കാണ് പോകുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് ഭരതനാട്യം സിനിമ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. മോഹിനിയാട്ടത്തിൻ്റെ ഫസ്റ്റ് റീക്യാപ്പ് കൊടുക്കുന്നുണ്ട്, ആദ്യത്തെ മൂവിയുടെ റീക്യാപ്പ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാവും. അടിപൊളി മൂവിയാണ്, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ മൂവിയാണ്. ഒട്ടും ബോറടിക്കത്തില്ല, ചിരിക്കാൻ ഒരുപാടുണ്ട്. സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കൊരു 3-3:30 ആയപ്പോൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ലുലുവിൽ വന്നു കഴിഞ്ഞാൽ പാരഗണിലാണ് കൂടുതലും പോകുന്നത്. പാരഗണിൽ വരുമ്പോൾ എപ്പോഴും ഈ പേപ്പറിൻ്റെ തീം മാറ്റും. അപ്പോഴത്തെ ഏതെങ്കിലും ഒരു റിലേറ്റഡ് ആയിട്ടുള്ളൊരു തീമായിരിക്കും എപ്പോഴും ഈ പേപ്പറിൽ വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ക്യൂരിയസ് ആണ് ഇവരുടെ പുതിയ തീമിൻ്റെ ആ ഒരു ക്രിയേറ്റീവ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്ന ചിക്കൻ ലഗോൺ ബിരിയാണി ഓർഡർ ചെയ്തു. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ഇതാണ്. പിന്നെ പാരഗണിൽ വരുമ്പോഴെന്ന് പറയുമ്പോൾ ഭയങ്കര വിശ്വാസമാണ്, ഫുഡ് നല്ലതാണ്, നമുക്ക് വിശ്വാസത്തോടെ കഴിക്കാൻ, വയറിന് വേറെ പണിയൊന്നും കിട്ടത്തില്ല. ആൻഡ് എനിക്കിവിടുത്തെ ഈ ഒരു പിക്കിളും ഈ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ഇവരെങ്ങനെ ഈ പിക്കിൾ ഉണ്ടാക്കണമെന്ന് എനിക്കറിയത്തില്ല. മധുരമാണ് പിക്കിളിന്. അതുപോലെ ഇത് മിൻ ചട്നിയാണെന്ന് തോന്നുന്നു. പിന്നെ പപ്പടവും തൈരും അതൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല രസമാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു കബാബും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്, എന്നാലും കുഴപ്പമില്ല ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. പക്ഷേ ക്വാളിറ്റി അടിപൊളിയാണ്. അതിൻ്റെ കൂടെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മിൻ ലൈമും കൂടെ കുടിച്ചു.